ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്നത്തെ വചനചിന്ത, പുതിയ കാര്യങ്ങൾ ചെയ്യുന്ന ദൈവം. യെശയ്യാപ്രവചന പുസ്തകം 43 അധ്യായം 18 തിരുവചനം. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുക വേണ്ട, ഇതാ ഞാൻ പുതിയതൊന്നും ചെയ്യുന്നു. ഈ നല്ലൊരു പ്രഭാതത്തിൽ വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, ദൈവം പുതിയ കാര്യങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. മരുഭൂമിയിൽ വഴിയൊരുക്കുന്ന ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. കഷ്ടതകൾ, രോഗങ്ങൾ, നീണ്ട പരാജയം, കഴിഞ്ഞ നാളുകളിലെ നിന്ദകൾ സകലതും മാറ്റി പുതിയ കാര്യങ്ങൾ ദൈവം ചെയ്യുവാനിടയാകും. മരുഭൂമിയാണോ, ദൈവം മഞ്ഞ ഒരുക്കും. മതിലാണോ, എരിഹോ മതിൽ വീണതുപോലെ ഒരുമിച്ച് ആർപ്പെടുമ്പോൾ, ഒരുമിച്ച് ആരാധിക്കുമ്പോൾ എരിഹോ മതിലുകൾ വീഴുവാനിടയാകും. ഭക്തനായ മോശയുടെ കാലഘട്ടത്ത് മോശ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. മുന്നിൽ നിന്ന് ചെങ്കടൽ മോശയ്ക്ക് മുൻപിൽ തുറക്കപ്പെട്ടു. ഇന്നേ വരെ ചരിത്രത്തിൽ ആരും കാണാത്ത, ആരും അനുഭവിക്കാത്ത പുതിയ അത്ഭുതം ഭക്തനായ മോശയ്ക്ക് വേണ്ടി, ഇസ്രായേൽ ജനങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്തുവെങ്കിൽ, വചനം ശ്രവിക്കുന്ന താങ്കൾക്ക് വേണ്ടി പുതിയ പുതിയ അത്ഭുതങ്ങൾ ദൈവം ചെയ്യും. പുതിയ വഴികളെ ദൈവം തുറക്കും. ശത്രു ഒരു വാതിലടച്ചാൽ ദൈവം 7 വാതിൽ തുറക്കുവാനിടയാകും. മറ്റാരും അനുഭവിക്കാത്ത, മറ്റാരും കണ്ടിട്ടില്ലാത്ത ചില പുതിയ അത്ഭുതങ്ങൾ വചനം ശ്രവിക്കുന്ന താങ്കൾക്ക് വേണ്ടി ദൈവം ചെയ്യുവാനിടയാകും. പുതിയ മനുഷ്യരാകുവാൻ നാം ആഗ്രഹിക്കണം. ആവർത്തന പുസ്തകം 28 അധ്യായം 47 തിരുവചനം ഇപ്രകാരം വായിക്കുന്നു: സകല വസ്തുക്കളുടെയും സമൃദ്ധി ഹേതുവായിട്ട് നിന്റെ ദൈവമായ യഹോവയെ നീ ഉന്മേഷത്തോടും നല്ല ഹൃദയ സന്തോഷത്തോടു കൂടെ സേവിക്കാകൊണ്ട് യഹോവ നിന്റെ നേരെ അയക്കുന്ന ശത്രുക്കളെ നീ വിശപ്പോടും ദാഹത്തോടും നഗ്നതയോടും എല്ലാ ഞെരുക്കത്തോടും കൂടെ സേവിക്കും. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, സകലത്തിലും പൂർണ്ണ ഹൃദയത്തോടുകൂടെ, ഉത്സാഹത്തോടുകൂടെ ദൈവത്തെ ആരാധിക്കണം. ദൈവത്തെ നോക്കി സന്തോഷത്തോടുകൂടി ദൈവത്തെ സ്തുതിക്കണം. സമൃദ്ധിയിലും ദൈവത്തെ ആരാധിക്കുവാൻ കഴിയണം. ഇല്ലെങ്കിൽ വിശപ്പും നഗ്നതയും ജീവിതത്തിൽ കടന്നു വരുവാൻ ഇടയാകുമെന്ന് തിരുവചനം പറയപ്പെടുന്നുണ്ട്. നാം പലപ്പോഴും കഷ്ടതകൾ കടന്നു വരുമ്പോൾ, ഞെരുക്കങ്ങൾ കടന്നു വരുമ്പോൾ, നീണ്ട പരാജയങ്ങൾ കടന്നു വരുമ്പോൾ ദൈവസന്നിധിയിൽ നോക്കി നിലവിളിക്കാറുണ്ട്. നല്ല സമൃദ്ധിയോടുകൂടെ ആയിരിക്കുമ്പോൾ ആരാധനാലയത്തിൽ പോകാതെ ഭവനത്തിലിരുന്ന് തിന്നും കുടിച്ചും കിടന്നുറങ്ങുമ്പോൾ ദൈവം നമ്മിൽ പ്രസാദിക്കത്തില്ല. ഭക്തനായ അബ്രഹാമിന് വാഗ്ദത്ത സന്തതി ലഭിക്കുന്നതിന് മുമ്പും ലഭിച്ചതിന് ശേഷവും ഭക്തൻ ആരാധനയിൽ കുറവോ കൂടുതലോ കാണിക്കാതെ ഒരുപോലെ ദൈവത്തെ ആരാധിപ്പാൻ ഇടയായി. ഭക്തനായ ദാനിയേൽ സിംഹക്കുഴിയിൽ വീഴുന്നതിന് മുമ്പും വീണതിന് ശേഷവും സിംഹക്കുഴിയിലായിരുന്നപ്പോഴും ഭക്തൻ 3 നേരവും മുട്ടുമടക്കി ദൈവത്തെ ആരാധിച്ചു. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, നമ്മുടെ ജീവിതത്തിനകത്ത് പുതിയ പുതിയ കാര്യങ്ങൾ ദൈവം ചെയ്യണമെങ്കിൽ സന്തോഷത്തോടുകൂടെ ഏതു നിമിഷവും നന്ദിയോടുകൂടി ദൈവത്തെ ആരാധിപ്പാൻ സാധിക്കണം. ആവർത്തന പുസ്തകം 28 അധ്യായം 48 തിരുവചനം ഇപ്രകാരം വായിക്കുന്നു: യഹോവ നിന്റെ നേരെ അയക്കുന്ന ശത്രുക്കളെ നീ വിശപ്പോടും ദാഹത്തോടും നഗ്നതയോടും എല്ലാ ഞെരുക്കത്തോടും കൂടെ സേവിക്കും. നിന്നെ നശിപ്പിക്കും വരെ അവൻ നിന്റെ കഴുത്തിൽ ഒരു ഇരുമ്പ് നുകം വയ്ക്കും. യഹോവ ദൂരത്തു നിന്ന്, ഭൂമിയുടെ അറുതിയിൽ നിന്ന് ഒരു ജാതിയെ കഴുകൻ പറന്നു വരുന്നത് പോലെ നിന്റെ മേൽ വരുത്തും. അതേ പ്രിയ ദൈവജനമേ, നാം ദൈവത്തെ ആരാധിക്കാതിരുന്നാൽ, ദൈവത്തെ സ്തുതിക്കാതിരുന്നാൽ, പെറുപെറുത്താൽ നമ്മുടെ ജീവിതത്തിനകത്ത് കഷ്ടതകൾ കടന്നു വരും. ഈ നാളുകളിൽ പുതിയ കാര്യങ്ങൾ ചെയ്യുവാൻ, പുതിയ അത്ഭുതങ്ങൾ അനുഭവിപ്പാൻ, ഉത്സാഹത്തോടുകൂടെ ദൈവത്തെ ആരാധിപ്പാൻ നാം തയ്യാറാകണം. വചനം ശ്രവിക്കുന്ന താങ്കളുടെ കഴിഞ്ഞ ജീവിതങ്ങൾ പരാജയങ്ങളായിരിക്കാം, കഷ്ടതകളായിരിക്കാം, രോഗങ്ങളായിരിക്കാം, കടബാധ്യതയായിരിക്കാം. എന്നാൽ തിരുവചനം പറയുന്നു: മുമ്പുള്ളവയെക്കുറിച്ച് ഓർക്കേണ്ട, പണ്ടുള്ളതിനെ നിരൂപിക്കുകയും വേണ്ട, ഇതാ പുതിയതൊന്ന് ചെയ്യുന്നു. ഈ 2024 അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ വചനം ശ്രവിക്കുന്ന താങ്കൾക്ക് വേണ്ടി ചില പുതിയ കാര്യങ്ങൾ ദൈവം ചെയ്യുവാനിടയാകും. മുമ്പമേ നമുക്ക് വേണ്ടി കരുതി വെച്ച് നമ്മെ കാത്തിരിക്കുന്ന ദൈവത്തെ നാം ആരാധിക്കുന്നത്. ആകയാൽ നാളെക്കുറിച്ചുള്ള ആകുല ചിന്തകൾ ഈ നിമിഷം മാറട്ടെ. വിശ്വാസത്തോടെ വിളിച്ചു പറയണം: എൻ്റെ ദൈവം എനിക്കായി കരുതുന്ന ദൈവമാണ്. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പുതിയ കാര്യങ്ങൾ ചെയ്യുന്ന ദൈവമാണ്.
ഭക്തനായ മോശയ്ക്ക് മുൻപിൽ ചെങ്കടൽ തുറക്കപ്പെട്ടെങ്കിൽ ഭക്തനായ എലീശയുടെ മുമ്പിൽ ഏലിയാവിന് മുമ്പിൽ തുറക്കപ്പെട്ടത് യോർദാനായിരുന്നു. ഭക്തനായ മോശയ്ക്ക് മുമ്പിൽ ചെങ്കടൽ തുറന്നപ്പോൾ മോശയുടെ കരങ്ങളിൽ നിന്ന് വടി ഉപയോഗിച്ചെങ്കിൽ ഏലിയാവിൻ്റെ കയ്യിലിരുന്ന പുതപ്പ് ഉപയോഗിച്ചാണ് യോർദാൻ ഉപയോഗിച്ചത്. യോശുവയുടെ കാലഘട്ടത്ത് പെട്ടകം കൊണ്ട് അവർ നടന്നു വരുമ്പോൾ ഭക്തന്മാരുടെ കാൽ വെള്ളത്തിൽ ചവിട്ടിയപ്പോൾ യോർദാൻ ചിറ പോലെ മാറി. അങ്ങനെയാണെങ്കിൽ ഓരോ ഭക്തന്മാരുടെ ജീവിതത്തിനകത്ത് പുതിയ പുതിയ കാര്യങ്ങൾ ദൈവം ചെയ്തുവെങ്കിൽ ഈ നിമിഷവും ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി നിന്നു പോയിട്ടില്ല. വചനം ശ്രമിക്കുന്ന താങ്കൾക്ക് വേണ്ടിയും ദൈവം പുതിയ കാര്യങ്ങൾ ചെയ്യുവാനിടയാകും. പഴയ കാര്യങ്ങളോട് വിട പറഞ്ഞ് പുതിയ അഭിഷേകം പ്രാപിപ്പാൻ, പുതിയ കൃപാവരങ്ങൾ പ്രാപിപ്പാൻ, പുതിയ അത്ഭുതങ്ങളിൽ നടപ്പാൻ വചനം ശ്രമിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരം നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. ജീവിതം യേശുവിനായി നൽകുന്നു ഞാനിന്നു മോദമോടെ. എൻ ജീവിതം യേശുവിനായി നൽകുന്നു ഞാനിന്നു മോദമോടെ. അഴലേറുമീ മരുയാത്രയിൽ വഴികാട്ടിയായി നീ വന്നിടുമോ. എൻ ജീവിതം യേശുവിനായി നൽകുന്നു ഞാനിന്നു മോദമോടെ. ഭാരം പ്രയാസങ്ങൾ ഏറിടുമ്പോൾ കർത്താവിൻ പാദത്തിൽ വീണിടും ഞാൻ. ആണിപ്പഴുതുള്ള പാണികളാൽ താങ്ങി തലോടി ഉയർത്തിടും താൻ. മാറോടു ചേർത്തെന്നെ സ്വർഗീയ നാടതിൻ സന്തോഷമേകി പുലർത്തിടും താൻ. മാറോടു ചേർത്തെന്നെ സ്വർഗീയ നാടതിൻ സന്തോഷമേകി പുലർത്തിടും താൻ. എൻ ജീവിതം യേശുവിനായി നൽകുന്നു ഞാനിന്നു മോദമോടെ. യേശുവിൻ മകളായി ഞാൻ ജീവിച്ചിടാൻ തിരുഹിതം പോലെ ഞാൻ ചെയ്തിടുവാൻ കൃപ എനിക്കേകണേ യേശുനാഥ. എനിക്കായി കരുതുന്ന പൊന്നു താതാ. ജീവൻ വെടിഞ്ഞു ഞാൻ സ്വർഗീയ നാട്ടിൽ നിൻ തിരുമുഖം കാണുവാൻ ആശിക്കുന്നേ. ജീവൻ വെടിഞ്ഞു ഞാൻ സ്വർഗീയ നാട്ടിൽ നിൻ തിരുമുഖം കാണുവാൻ ആശിക്കുന്നേ. എൻ ജീവിതം യേശുവിനായി നൽകുന്നു ഞാനിന്നു മോദമോടെ. അഴലേറുമീ മരുയാത്രയിൽ വഴികാട്ടിയായി നീ വന്നിടുമോ. എൻ ജീവിതം യേശുവിനായി